കെ.ടി. ജലീൽ പി.കെ. ഫിറോസ് പോര് തുടരുന്നു. കെ.ടി. ജലീൽ മന്ത്രിയായിരിക്കെ മലയാളം സർവകലാശാലയ്ക്ക് തിരൂരിൽ ഭൂമി വാങ്ങിയതിൽ അധിക വില നൽകി അഴിമതി നടത്തിയെന്ന് പി.കെ. ഫിറോസ് ആരോപിച്ചു. ഭൂമി കണ്ടെത്തിയതും വില നിശ്ചയിച്ചതും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെന്ന് കെ.ടി. ജലീൽ തിരിച്ചടിച്ചു. കെ.ടി. ജലീൽ പി.കെ. ഫിറോസ് പോരിലെ പുതിയ വിഷയം മലയാളം സർവകലാശാലക്ക് ഭൂമി വാങ്ങിയതാണ്. സർവകലാശാലക്ക് 11 ഏക്കർ ഭൂമിയാണ് തിരൂർ മാങ്ങാട്ടീരിയിലുള്ളത്. സെന്റിന് 7000-ൽ താഴെ വിലയുള്ള ഭൂമി 1.6 ലക്ഷം രൂപക്കാണ് സർക്കാർ വാങ്ങിയതെന്ന പി.കെ. ഫിറോസ്. കെ.ടി. ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ നടത്തിയ ഇടപാടിൽ അഴിമതിയുണ്ട്. കെ.ടി. ജലീൽ കമ്മീഷൻ കൈപ്പറ്റി. ജലീലിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും പി.കെ. ഫിറോസ്. ഒരു സെന്റിന് 7500-ന്റെ പകുതിയിൽ താഴെ മാത്രമാണ് ന്യായവിലയുള്ളത്. എന്നാൽ ഈ ഭൂമിക്ക് സർക്കാർ എത്രയാണ് വില കൊടുത്തത്? 1,60,000. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ.ടി. ജലീൽ. അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ.ടി. ജലീലിന് അത് നിഷേധിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. 2016 ഫെബ്രുവരിയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഭൂമി കണ്ടെത്തിയതെന്നും UDF സർക്കാർ 1.7 ലക്ഷം രൂപ സെന്റിന് നിശ്ചയിച്ച ഭൂമിയുടെ വില 1.6 ലക്ഷം രൂപയാക്കി കുറക്കുകയാണ് LDF സർക്കാർ ചെയ്തതെന്നും കെ.ടി. ജലീൽ. അന്ന് ഒരു സെന്റിന് 1,70,000 രൂപ നിരക്കിലാണ് ഉടമകളുമായി സർക്കാരിന്റെ പ്രതിനിധി ഒപ്പുവെക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയപ്പോ സെന്റ് ഒന്നിന് 1,60,000 രൂപ ആക്കി കുറച്ചു. പി.കെ. ഫിറോസിന് ദുബായിൽ ബ്ലൂഫിൻ ടൂറിസം .LLC, ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ എന്നീ കമ്പനികളിൽ പങ്കാളിത്തമുണ്ടെന്നും ജലീൽ ആരോപിച്ചു. പി.കെ. ഫിറോസിനെതിരെ ആദായ നികുതി വകുപ്പ്, വിജിലൻസ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കെ.ടി. ജലീൽ വ്യക്തമാക്കി. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.